ഹായ് ഓൾ. പലപ്പോഴും പല പേരുകൾ കേൾക്കുമ്പോഴും നമ്മളൊക്കെ മനസ്സിൽ ആലോചിക്കാറുണ്ടാകും എങ്ങനെയാണ് ഈ ഒരു വാക്കിന് ഈ ഒരു പേര് ലഭിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം. അത്തരത്തിൽ തന്നെ ചില പ്രയോഗങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടാകും എങ്ങനെയാണ് ഈ പ്രയോഗം ഉണ്ടായത്, ഇതിന് പിന്നിലുള്ള ചരിത്രം എന്താണ് എന്നുള്ളത്. എത്തിമോളജി എന്നാണ് ഓരോ വാക്കിന് പിന്നിലെയും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയൊക്കെ പറയുന്നത്. എറ്റിമോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് ആൻഡ് ദ വേ ഇൻ വിച്ച് ദെയർ മീനിങ് ചേഞ്ച്ഡ് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മാറിയത്, അതുപോലെ തന്നെ ഓരോ വാക്കിൻ്റെയും ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് പഠിക്കുന്ന പഠനശാഖയാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ചോക്ലേറ്റ് എന്നുള്ളത്, അല്ലേ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ചോക്കലേറ്റ എന്നുള്ള പദത്തിൽ നിന്നാണ് ചോക്ലേറ്റ് എന്ന പദം ഉണ്ടാകുന്നത്. ചോക്കലേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റർ ഡ്രിങ്ക്, കയ്പ് ഏറിയ പാനീയം എന്നുള്ള അർത്ഥമാണ്. ആ ഒരു പദത്തിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടായത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു വാക്കല്ല, പക്ഷേ ഒരു പ്രയോഗത്തെക്കുറിച്ചാണ്. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും യു ടു ബ്രൂട്ടസ് എന്നുള്ള കാര്യം. ചിലപ്പോൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ചില നോവലുകളിലോ ചില എഴുത്തുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരാറുള്ള ഒരു പദമാണ് ബ്രൂട്ടസ്, യു ടു ബ്രൂട്ടസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഈ ഒരു വാക്യത്തിന് പിന്നിലുള്ള ചരിത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഖ്യാത എഴുത്തുകാരനായിട്ടുള്ള വില്യം ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്നുള്ള നാടകത്തിലാണ് ഈ ഒരു വാക്യം ഉത്ഭവിക്കുന്നത്. ആ ഒരു നാടകത്തിലാണ് ഈ ഒരു വാക്യമുള്ളത്. നമുക്കറിയാം BC അവസാന കാലഘട്ടത്തിൽ റോം ഭരിച്ചിരുന്ന, റോമും അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ അടക്കി വാണിരുന്ന വ്യക്തിയാണ് ജൂലിയസ് സീസർ. അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ആയിരുന്നു റോമിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സെനറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ബ്രൂട്ടസ് എന്നുള്ള വ്യക്തി. ബ്രൂട്ടസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഉറ്റ ചങ്ങാതിയായിരുന്നു ബ്രൂട്ടസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സെനറ്റർ ആയിട്ടുള്ള കേഷ്യസ് എന്നുള്ള വ്യക്തി ബ്രൂട്ടസിൻ്റെ മനസ്സിലേക്ക് പല തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ജൂലിയസ് സീസർ രാജാധിപത്യം കൊണ്ടുവരിക വഴി ഏകാധിപത്യം കൊണ്ടുവരാനും അതുവഴി റോമിൻ്റെ റിപ്പബ്ലിക് മാതൃക ഇല്ലാതാക്കുവാനുമാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂലിയസ് സീസറെ വകവരുത്തണം. അങ്ങനെ ജൂലിയസ് സീസറെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങൾ കാഷ്യസ് ബ്രൂട്ടസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കാഷ്യസും ബ്രൂട്ടസും എന്ത് ചെയ്തു? ജൂലിയസ് സീസറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്, പദ്ധതി ഇടുകയാണ്. ഒരു വലിയ ഉപജാപക സംഘത്തെ തന്നെ അവരുണ്ടാക്കി. അങ്ങനെ പിറ്റേ ദിവസം സെനറ്റ് കൂടുകയാണ്. സെനറ്റ് കൂടി സിംബൽ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരനെ വിട്ടയക്കാനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യവുമായിട്ട് ജൂലിയസ് സീസറുമായിട്ട് ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് സെനറ്റിൽ അന്ന് നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് കാഷ്യസ് എന്നുള്ള വ്യക്തി, സെനറ്ററായിട്ടുള്ള കാഷ്യസ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ജൂലിയസ് സീസറിനെ കത്തി ഉപയോഗിച്ച് കുത്തുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ, ആ ഉപജാപക സംഘത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ വന്ന് നിരന്തരമായി ജൂലിയസ് സീസറിനെ കുത്തുകയും അങ്ങനെയാണ് ജൂലിയസ് സീസറിൻ്റെ വധം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ജൂലിയസ് സീസർ എന്നുള്ള വില്യം ഷേക്സ്പിയറുടെ നാടകത്തിൽ ആ ഒരു രംഗം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു രംഗത്ത് വെച്ചിട്ടാണ് ബ്രൂട്ടസ് എന്നിട്ടുള്ള ജൂലിയസ് സീസറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കാഷ്യസിൻ്റെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ വഴി അദ്ദേഹം വന്നിട്ട് ജൂലിയസ് സീസർ എന്ന ഭരണാധികാരിയെ ബ്രൂട്ടസ് എന്ത് ചെയ്യാണ്? കുത്തുകയാണ്. ആ കുത്തുന്ന സമയത്താണ് ജൂലിയസ് സീസർ യു ടു ബ്രൂട്ടസ് അഥവാ യു ടു ബ്രൂട്ടെ എന്നുള്ള വാക്ക്, യു ടു ബ്രൂട്ടെ എന്നുള്ളത് ലാറ്റിൻ വേർഡാണ്. അതാണ് പിന്നീട് യു ടു ബ്രൂട്ടസ് ആയിട്ട് മാറുന്നത്. നീയും ബ്രൂട്ടസേ നീയുമോ എന്നുള്ള ഒരു കാര്യം, കാരണം ഏറ്റവും അടുത്ത സുഹൃത്താണ് ബ്രൂട്ടസ്. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ചതി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ജൂലിയസ് സീസർ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ബ്രൂട്ടസിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് യു ടു ബ്രൂട്ടസ് എന്നുള്ളത്. പിന്നീട് പിൽക്കാലത്ത് ഈ ഒരു പ്രയോഗം പലതരത്തിലുള്ള ഇത്തരത്തിൽ സുഹൃത്തുക്കൾ ചതിക്കുന്നതിനുമായി ബന്ധപ്പെട്ടൊക്കെ ചതിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ബ്രൂട്ടസ് എന്നുള്ള പേര് നൽകിക്കൊണ്ടും ഇത്തരം സംഭവങ്ങൾക്കൊക്കെ യു ടു ബ്രൂട്ടസ് എന്നുള്ള പ്രയോഗം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രയോഗിച്ച് വരാറുള്ളത്. വില്യം ഷേക്സ്പിയറുടെ കേവലം നാടകത്തിലെ
വ്യക്തികൾ മാത്രമല്ല ജൂലിയസ് സീസറും അതുപോലെ ബ്രൂട്ടസും ഒക്കെ. അദ്ദേഹം BC അവസാന കാലഘട്ടത്തിൽ റോം ഭരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജൂലിയസ് സീസർ. നമുക്ക് റോമിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ജൂലിയസ് സീസറിൻ്റെയും ബ്രൂട്ടസിൻ്റെയും അതിനുശേഷം പിന്നീട് അവരുടെ പദ്ധതികൾ നടക്കാതെ വരികയും അഗസ്റ്റസ് സീസറിൻ്റെ നേതൃത്വത്തിൽ റോമിൽ ഭരണം നടക്കുകയും ചെയ്യുന്ന ചരിത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റോമിൻ്റെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് പിന്നിലുള്ള കഥയാണ്. ഇത്തരത്തിൽ രസകരമായിട്ടുള്ള വിജ്ഞാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.